സ്പെഷ്യലായിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 4 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓരോന്നും നടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകാണ്. 3 പച്ചമുളക് നടുവെ കീറി വെച്ചിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ വേണം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 കപ്പ് അളവിൽ തേങ്ങ ചിരുവി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കുറച്ച് വേപ്പില, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉലുവ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് പാകാവും. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ല വെള്ളം ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 4 അല്ലി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ 4 അല്ലി ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിലൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം നമ്മൾ അടുപ്പത്ത് വെച്ച തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതൊന്നൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു വെക്കാം. ഈ നല്ല രീതിയിൽ തന്നെ ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ഒന്നുണ്ട് ചെറിയൊരു തള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1/2 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ഉപ്പിട്ടിട്ടുള്ളത്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ചെറിയ രീതിയിൽ ഇന്ന് തള തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കോഴിമുട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒട്ടും ഇളക്കൊന്നും ചെയ്യേണ്ട. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കിയെടുക്കുക. 2 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കിത് തുറക്കുമ്പോൾ കാണാം, ഇപ്പോൾ തളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തള വന്നിട്ടുണ്ട്. എന്നാൽ കോഴിമുട്ട ഒന്നും ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ, മഞ്ഞയും വൈറ്റും കൂടി സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഒട്ടും ഉടച്ച് അങ്ങനെ ഇളക്കി കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു 6-7 ചെറിയ ഉള്ളി ഉണ്ടാവും കേട്ടോ. അത് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. അതുവരെ നമുക്ക് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഈ ഒരു ചൂടിലാണ് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആകെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകാണ് എരിവിനായിട്ട്. ഈ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളല്ലേ? ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.